ഒരു പട്ടാളക്കാരൻ അബദ്ധത്തിൽ ഭീമൻ ഉറുമ്പിൻ പുറ്റിന് തീ കൊളുത്തി. പുക പരന്നതോടെ അകത്തൊളിച്ചിരുന്ന അപകടകാരികളായ നരഭോജി ഉറുമ്പുകൾ കൂട്ടമായി പുറത്തേക്കിളിച്ചു വരാൻ തുടങ്ങി. അവരുടെ നേരിട്ടുള്ള ലക്ഷ്യം മണ്ണിൽ പുതഞ്ഞുകിടക്കുന്ന 2 പുരുഷന്മാരായിരുന്നു. അവർ രണ്ടുപേരുടെയും മേൽ ആക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ചുരുണ്ട മുടിയുള്ള റോക്സെ എന്നയാൾ ഒട്ടും പേടിക്കുന്നില്ല എന്നതാണ്. അവന്റെ മുഖത്ത് ഒരു കള്ളച്ചിരി പോലുമുണ്ട്. മറുവശത്ത് ജാക്ക് ഭയന്നു വിറയ്ക്കുകയാണ്. ഇനി രക്ഷപ്പെടാൻ സാധ്യമല്ല എന്നവന് തോന്നി. പക്ഷേ റോക്സെ ശാന്തമായി സംസാരിച്ചുകൊണ്ടേയിരുന്നു. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കുറച്ചു കഴിയുമ്പോൾ ആ പട്ടാളക്കാരൻ തന്നെ വയറും പിടിച്ചോടും. ജാക്കിന് അവന്റെ വാക്കൊട്ടും വിശ്വാസമായില്ല. പക്ഷേ അടുത്ത നിമിഷം ആ പട്ടാളക്കാരൻ ശരിക്കും വയറും പിടിച്ച് കുറ്റിക്കാട്ടിലേക്ക് ഓടിപ്പോയി. ഇത് കണ്ട് ജാക്ക് അമ്പരന്നു. അവൻ തിരിഞ്ഞ് റോക്സയെ നോക്കിയപ്പോൾ റോക്സെ പെട്ടെന്ന് അപ്രത്യക്ഷനായി. തന്റെ ബാല്യകാല സുഹൃത്ത് തന്നെ മരിക്കാൻ വിട്ട് ഓടിപ്പോയി എന്ന് ജാക്കിന് തോന്നി. അവൻ ദേഷ്യത്തിൽ പല്ല് കടിച്ചു. പക്ഷേ പെട്ടെന്ന് റോക്സെ തിരികെ വന്നു. വന്നപാടെ അവനൊരു പട്ടാളക്കാരന്റെ തലയ്ക്ക് വടികൊണ്ടടിച്ച് അവനെ ചരിവിലേക്ക് തള്ളിയിട്ടു. ശബ്ദം കേട്ട രണ്ടാമത്തെ പട്ടാളക്കാരൻ അവന്റെ അടുത്തേക്ക് വന്നു. പക്ഷെ എന്തെങ്കിലും മനസ്സിലാക്കുന്നതിന് മുമ്പ് റോക്സെ അവനെയും ശക്തമായി തള്ളി. അവൻ നേരെ ആഴമുള്ള കുഴിയിലേക്ക് വീണു. താഴെ അതേ അപകടകാരികളായ ഉറുമ്പിൻ പുറ്റാണുണ്ടായിരുന്നത്. നിമിഷങ്ങൾക്കകം ആയിരക്കണക്കിന് ഉറുമ്പുകൾ ആ പട്ടാളക്കാരന്റെ മേൽ പാഞ്ഞു കയറി. റോക്സെ ഇപ്പോൾ തന്നെ രക്ഷിക്കുമെന്ന് ജാക്കിന് തോന്നി. പക്ഷേ യഥാർത്ഥത്തിൽ റോക്സയ്ക്ക് അവനെക്കുറിച്ച് അത്ര ആശങ്കയൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ സുഖമായിരുന്ന് മദ്യം കുടിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഉറുമ്പുകൾ വേഗത്തിൽ ജാക്കിന്റെ നേരെ വരികയായിരുന്നു. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവന്റെ അവസ്ഥ അത്യന്തം അപകടകരമാകും. നിർബന്ധിതനായി ജാക്ക് അവനോട് സഹായം ചോദിച്ചു. പക്ഷേ റോക്സെ ഒരു വിചിത്രമായ ഉപാധി വെച്ചു. ജാക്കിന്റെ എല്ലാ സാധനങ്ങളും തനിക്ക് തരണമെന്നവൻ പറഞ്ഞു. റോക്സെ സാഹചര്യം മുഴുവൻ മുതലെടുക്കുകയായിരുന്നു. പക്ഷേ ജാക്കിന് വേറെ വഴിയില്ലായിരുന്നു. ജീവൻ രക്ഷിക്കാൻ അവൻ അതിന് സമ്മതിച്ചു. അപ്പോഴേക്കും ഉറുമ്പുകൾ അവന്റെ തൊട്ടടുത്തെത്തി. പക്ഷേ റോക്സെ ഇപ്പോഴും പൂർണ്ണമായും ശാന്തനായിരുന്നു. അവൻ മദ്യത്തിന്റെ ഒരു വലിയ കവിൾ കുടിച്ച് കത്തുന്ന പന്തത്തിലേക്ക് തുപ്പി. മദ്യം തീയിൽ തട്ടിയതും ഭയങ്കര ജ്വാലകൾ നാലുഭാടും പടർന്നു. സെക്കൻഡുകൾക്കുള്ളിൽ മുഴുവൻ പ്രദേശവും ഒരു തീ മതിലായി മാറി. ഇപ്പോൾ ഉറുമ്പുകളുടെ മുഴുവൻ സൈന്യവും ആ തീയിൽ കുടുങ്ങി. റോക്സെ വീണ്ടും വീണ്ടും മദ്യമെറിഞ്ഞ് തീയെ കൂടുതൽ ആളിക്കത്തിച്ചു. കുറച്ചു സമയത്തിനുള്ളിൽ എല്ലാ അപകടകാരികളായ ഉറുമ്പുകളും കത്തിത്തീർന്നു. ഇപ്പോൾ ജാക്കിന് തോന്നി ഒടുവിൽ 2 പേരും സുരക്ഷിതരാണ് എന്ന്.